നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 മറ്റൊരു വിശേഷങ്ങളിലേക്ക്. ഇന്നലെ വിഷൻ എപ്പിസോഡിൽ അനീഷിനോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അനീഷിൻ്റെ അഭിപ്രായം എന്താണ്, പുതിയ വൈൽഡ് കാർഡുകാരെക്കുറിച്ച് താങ്കൾക്കുള്ള അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അനീഷ് എല്ലാത്തിനും നിഷ്പക്ഷമായ രീതിയിലുള്ള മറുപടി പറയുകയും പുതിയ വൈൽഡ് കാർഡുകാരെക്കുറിച്ച് അനീഷിൻ്റെ അഭിപ്രായം തുറന്നു പറയുകയും ചെയ്തു. അത് ഇങ്ങനെയാണ്: എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ വേണ്ടാതെ ഇടപെടുകയും എനിക്ക് പോലും അറിയാത്ത പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ് മസ്താനി ഇവിടെ പറഞ്ഞു നടക്കുന്നത്. പറഞ്ഞോളൂ എന്ന് ഞാൻ പറയുന്നുണ്ട്, ഞാൻ വാശി പിടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനുശേഷം എന്നോട് മിണ്ടാനൊന്നും വന്നിട്ടില്ല. ഹൗസിനകത്ത് പ്രകോപനപരമായിട്ടും പിന്നെ അസഭ്യമായ ഭാഷയും മസ്താനി ഉപയോഗിക്കുന്നുണ്ട്. ലക്ഷ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ലക്ഷ്മി വന്ന ഉടനെ തന്നെ ഇവിടെ ആരും ശരിയല്ല, ഇവിടെ ശരിയല്ല, തറ ശരിയല്ല, കിച്ചൺ ശരിയല്ല, വൃത്തിയില്ല, ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം അരകണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റങ്ങൾ മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു ഫേക്ക് പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രവീണ് വൽക്കാടുകാർ ആദ്യത്തെ ആൾക്കാർ എന്നൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും പോയി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെ പിരികയറ്റി വിടുന്ന ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പ്രവീണിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സാബുമോനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമയം 15 മിനിറ്റാണ്. ആ 15 മിനിറ്റ് കിട്ടിയിട്ട് പോലും ഷർട്ട് ഊരി ബോഡി കാണിച്ചു, കുറച്ച് പുഷപ്പ് എടുത്തു എന്നല്ലാതെ ആ സമയം മുഴുവനും വേസ്റ്റ് ചെയ്ത മനുഷ്യനാണ് ഇയാൾ. അയാളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല എന്നാണ് അനീഷ് പറഞ്ഞത്. എല്ലാവരാലും തനിക്ക് അറ്റൻഷൻ കിട്ടണം, എല്ലാവരും തന്നെ പേടിക്കണം എന്ന് കരുതി സ്വയം ഒരു റൗഡിയുടെ വേഷമെടുത്തണിഞ്ഞ ഒരു വ്യക്തിയാണ് ജിഷിൻ. എല്ലാവരും തന്നെ പേടിക്കണമെന്ന് പറയുമ്പോഴും വെറും ഒരു പേടിത്തൂറി മാത്രമാണ് ജിഷിൻ എന്ന് അനീഷ് പറയുന്നുണ്ട്. ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ അനീഷ് വന്നതിന് ശേഷം മറ്റുള്ളവരാൽ അനീഷ് ഒതുക്കപ്പെടുകയായിരുന്നു. എന്നാലും ബിഗ് ബോസ് ഹൗസിനെ വേണ്ടുന്ന രീതിയിൽ സസൂക്ഷ്മം ശ്രദ്ധിച്ച് കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അനീഷ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും ബുദ്ധിമാനായ ഗെയിമർ തന്നെയാണ് അനീഷ്. അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ സ്കില്ല് പറയാതിരിക്കാൻ വയ്യ. മറ്റൊരു വിശേഷവുമായി വീണ്ടും വരാം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.